ഇന്നൊരു സ്റ്റോറി പറയട്ടെ. എൻ്റെ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. ആ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരുന്നു. ഒരു ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കാത്ത ദിവസമില്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മിക്ക പ്രവാസികളുടെയും ഭാര്യമാരുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും അല്ലേ. ദീപും കുറേ ആഗ്രഹിച്ചതാണ് കേട്ടോ, വയറൊക്കെയുള്ള പെണ്ണെ ഒന്ന് കാണണം, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ വർക്കും മറ്റ് ഇഷ്യൂസും ഒക്കെ കാരണം വരാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളതൊക്കെ അങ്ങ് പോസിറ്റീവായിട്ട് എടുത്ത് ഇറ്റ്സ് ഓക്കെ, ഡെലിവറി ടൈമിൽ എന്തായാലും എൻ്റെ കൂടെ കാണുമല്ലോ, അത് മതി. അങ്ങനെ ഞങ്ങൾ ഡെയിലി അതൊക്കെയായിരുന്നു പ്ലാനിങ്. ഡെലിവറിക്ക് വരുന്നു, കുഞ്ഞിനെ ആദ്യമായിട്ട് കയ്യിൽ വാങ്ങിക്കുന്നു, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഓരോ ദിവസം ഞങ്ങൾ ഇങ്ങനെ തള്ളി നീക്കും. എൻ്റെ ഡ്യൂ ഡേറ്റ് മെയ് 11 പക്ഷെ ഒരു മാസം മുന്നേ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു ഏപ്രിൽ ലാസ്റ്റ് വീക്ക് തന്നെ എൻ്റെ ഓപ്പറേഷൻ കാണുമെന്ന്. എനിക്ക് ഒരു ഷെഡ്യൂൾഡ് സി സെക്ഷൻ ആയിരുന്നു, കാരണം എൻ്റെ കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെയാണ്. അങ്ങനെ ഡോക്ടറോടൊക്കെ ഡിസ്കസ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് ഏപ്രിൽ 25 ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഇരിക്കുമ്പം ഒരാഴ്ച മുന്നേ ഡോക്ടർ എന്നോട് പറഞ്ഞു, അനുഷ ഇത് നമുക്ക് 25 വരെ പോകത്തില്ല, ഒരു 23 നമുക്ക് ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യാമെന്ന്. കാരണം അപ്പോഴേക്കും എനിക്ക് BP, ഷുഗർ, യൂറിക് ആസിഡ് എല്ലാം ഹൈ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ 25 ലീവിന് കൊടുത്തേക്കുന്നേ, അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, കമ്പനി ടിക്കറ്റാ അങ്ങനെയൊക്കെ. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, നമ്മുടെ ബേബി ഭയങ്കര പ്രഷ്യസ് അല്ലേ അനുഷ, ഇതിനെ വെച്ച് തന്നെ വേണോ ഈ ഭാഗ്യ പരീക്ഷണമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ 23 ഓക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ദീപിനത് ഭയങ്കര വിഷമമായി. ബിക്കോസ് പ്രഗ്നൻസി ടൈമിൽ ഒരു ദിവസം പോലും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല, ഇപ്പോൾ ഡെലിവറിക്കും പറ്റത്തില്ല. അങ്ങനെ ദീപു ഭയങ്കര വിഷമിച്ച് അവരുടെ പ്രൊജക്ട് മാനേജറുടെയൊക്കെ അടുത്ത് പോയിട്ട് ലീവ് നേരത്തെ ആക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ ഒരു രീതിയിൽ അത് നടക്കുന്നില്ലായിരുന്നു. കാരണം ദീപു എല്ലാ വഴിയും നോക്കി, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മെയിലും ഒക്കെ അയച്ചു, പക്ഷെ ഒന്നും വർക്കായില്ല. പിന്നെ ഞങ്ങൾ ഓർത്ത് ഇറ്റ്സ് ഓക്കെ, ഒരു ദിവസമല്ലേ, സാരമില്ല. അങ്ങനെ ഒരു സമാധാനിച്ചിരുന്നിട്ട് ഏപ്രിൽ 19 എനിക്ക് അടുത്ത ചെക്കപ്പ്. അങ്ങനെ ഏപ്രിൽ 19 അടുത്ത ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അനുഷ ഇതിനെയും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, നാളെ അഡ്മിറ്റ് ആവണം, 21 ഓപ്പറേഷൻ. കാരണം അപ്പോഴത്തേക്ക് എൻ്റെ BP ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു കേട്ടോ. ഞാൻ ഫുള്ള് ഡൗൺ ആയി. ഞാനിതെങ്ങനെ ദീപുവിനോട് പറയും? ഇത് കേട്ട ദീപു ഭയങ്കര ഡൗൺ ആവുമെന്ന് എനിക്കറിയായിരുന്നു. വിചാരിച്ച പോലെ തന്നെയായിരുന്നു, ദീപു ഭയങ്കര ഡൗൺ ആയി. കാരണം കുഞ്ഞുണ്ടായി 3-4 ദിവസം കഴിഞ്ഞ് കാണുന്നതൊന്നും ദീപുവിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അങ്ങനെ ദീപു രണ്ടും കൽപ്പിച്ച് അവരുടെ മാനേജറുടെയൊക്കെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സാർ എൻ്റെ വൈഫിന് നല്ല ഡെലിവറിയാണ്, എനിക്ക് എന്ത് വന്നാലും നാട്ടിൽ പോയേ പറ്റത്തുള്ളൂ, ടിക്കറ്റൊക്കെ ഞാൻ എടുത്തോളാന്ന്. മാനേജർ ഒന്നും പറഞ്ഞില്ല, മാനേജർ പറഞ്ഞു പൊക്കോ. ഇവനത് ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു. കാരണം അത്രയും ദിവസം ഒരു ദിവസം മുൻപോട്ടാക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ദീപു മെയിലയച്ച് എല്ലാവരുടെയും കാല് പിടിച്ചിട്ട് നടക്കാഞ്ഞ കാര്യം 4 ദിവസം മുൻപോട്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നടന്നു. അങ്ങനെ 24 രാവിലെ ഡെലിവറി ആയിരുന്നപ്പം ദീപു എത്തി, ഞങ്ങൾ ഹാപ്പിയായി, ഞങ്ങളുടെ കുഞ്ഞു വന്നു. ഇതല്ലേ പറയുന്നത്, നമ്മളൊരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചാൽ അത് നടക്കും. വാട്ട് എവർ ദ സിറ്റുവേഷൻ, വാട്ട് എവർ ദ സർക്കംസ്റ്റാൻസസ്, അത് നടന്നിരിക്കും. അത്രേ ഉള്ളൂ സ്റ്റോറി.